പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏതാനും ദിവസങ്ങളായി ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദം ഇങ്ങനെ കത്തി നിൽക്കുകയായിരുന്നു. ആ വിവാദത്തിൽ CPM-ന് CPI-യുടെ മുന്നിൽ വാലും ചുരുട്ടി ഓടേണ്ടി വന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതിനെ തുടർന്ന് ക്യാബിനറ്റിൽ പങ്കെടുക്കാനായിട്ട് 4 മന്ത്രിമാർ CPI മന്ത്രിമാർ സമ്മതിച്ചു. അപ്പോൾ അവർ ക്യാബിനറ്റിൽ പങ്കെടുത്തു. ക്യാബിനറ്റിൽ പങ്കെടുക്കുന്നതിന് തൊട്ട് മുമ്പ് CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വിശ്വത്തിനോട് എന്താണ് പറയാനുള്ളത് വെച്ചാൽ അതൊക്കെ മുഖ്യമന്ത്രി അതിന് മറുപടി പറയും എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിയുകയാണ് ചെയ്തത്. അങ്ങനെ ക്യാബിനറ്റ് കഴിഞ്ഞു. മുഖ്യമന്ത്രി വന്ന് പത്രസമ്മേളനത്തിനിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി PM ശ്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വിഷയത്തിന് മറുപടി പറയുമെന്നൊക്കെ പറഞ്ഞ് കാത്തിരിക്കുകയാണല്ലോ നമ്മൾ ചെയ്തത്. എന്നാൽ കാത്തിരുന്നവരെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതാണ്ട് 10,000 കോടി രൂപയുടെ അധിക ബാധ്യത വരുത്തുന്ന ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തൻ്റെ പത്രസമ്മേളനത്തിൽ ഏതാണ്ട് 90% സമയവും ചെലവഴിച്ചത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്ന ഈ പദ്ധതികൾ പ്രഖ്യാപിക്കാൻ പോകുന്നു, അത് ക്യാബിനറ്റിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള കാര്യം CPI മന്ത്രിമാർക്ക് പോലും അറിവുണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ക്യാബിനറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഘടകകക്ഷി മന്ത്രിമാരെ എല്ലാവരെയും കൂടി ആദ്യം വിളിച്ച് അവിടെയാണ് ഈ പദ്ധതിയെക്കുറിച്ചിട്ട് പറയുന്നത്. പറഞ്ഞിട്ട് അത് ക്യാബിനറ്റിൽ തീരുമാനിച്ചു. അത് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് തൻ്റെ പത്രസമ്മേളനത്തിലെ 90% സമയവും പിണറായി വിജയൻ ഉപയോഗിച്ചത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇപ്പം ഞാൻ കണ്ടത് കേരളത്തിലെ ഏതാണ്ട് 1 കോടിയിലധികം വരുന്ന ആളുകൾക്ക് ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ 1000 രൂപ 1500 രൂപ വീതം കൊടുക്കുന്ന ഒരു വലിയ ആനുകൂല്യ പദ്ധതിയാണ് പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കൽ മുതൽ കുടുംബശ്രീക്ക് കൊടുക്കുന്നത് മുതൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള സെക്ഷൻസിന് ചെറുതും വലുതുമായി തുക കൊടുക്കുന്നത് മുതൽ ഏതാണ്ട് 10,000 കോടി രൂപയുടെ അധിക ബാധ്യത വരുന്ന ആനുകൂല്യങ്ങൾ പിണറായി വിജയൻ ഈ 29-ാം തീയതി കൂടിയ ക്യാബിനറ്റിൽ പ്രഖ്യാപിക്കുകയും അത് ജനങ്ങളോട് പറയുകയും ചെയ്തു. അപ്പോൾ ഈ പദ്ധതി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ചകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഈ പദ്ധതി യഥാർത്ഥത്തിൽ എന്താണ്? ഈ പദ്ധതി എന്താണ് യഥാർത്ഥത്തിൽ എന്താണ്? ഈ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് 3ാമത് പിണറായി സർക്കാർ അധികാരത്തിൽ വരുമോ? ഇത് യഥാർത്ഥത്തിൽ നടപ്പിലാകാൻ പോകുന്ന പദ്ധതിയാണോ എന്നൊക്കെയുള്ള വിശദാംശങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി ഒന്ന് ചർച്ച ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ് എന്ന് എനിക്ക് തോന്നി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ചത്. സുഹൃത്തുക്കളെ, എനിക്ക് 2-3 കാര്യങ്ങൾ സംബന്ധിച്ച് പറയാനുണ്ട്. അതിലാദ്യമായി എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചാൽ ആ ആനുകൂല്യങ്ങളിൽ വീണ് ഭരണകൂടത്തിനും ഗവൺമെന്റിനും എന്ത് വീഴ്ചകൾ ഉണ്ടെങ്കിലും അത് മുഴുവൻ മറന്ന് ജനങ്ങൾ ആ മുന്നണിയെ വീണ്ടും അധികാരത്തിലെത്തിക്കും എന്നുള്ള ഒരു നെറേറ്റീവിൻ്റെ ഭാഗമായിട്ടാണ് പിണറായി വിജയൻ 3.0യും ഈ പ്രഖ്യാപിച്ച പദ്ധതികളിലൂടെ അധികാരത്തിൽ വരാൻ പോകുന്നു എന്നതിൻ്റെ അടിസ്ഥാനം. അതാണ് നെറേറ്റീവ്. CPM ഹാൻഡിലുകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നെറേറ്റീവ് അതാണ്. ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു, അതുകൊണ്ട് ആനുകൂല്യങ്ങൾ മേടിച്ച് പോക്കറ്റിലിടും, ആനുകൂല്യങ്ങൾ കിട്ടിയത് മാത്രം ആലോചിക്കും, ആനുകൂല്യങ്ങൾ കിട്ടാതിരുന്നത് മുഴുവൻ മറന്നു പോകും, ആനുകൂല്യങ്ങൾ പോക്കറ്റിൽ വരുന്നതോടുകൂടി ഈ ഗവൺമെൻറ് ചെയ്ത എല്ലാ വൃത്തികേടുകളും, എല്ലാ ജനവിരുദ്ധ സമീപനങ്ങളും, എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാടുകളും ജനങ്ങൾ മറന്ന് അവർ പിണറായി വിജയനെ വീണ്ടും അധികാരത്തിലേറ്റും. ഇതാണ് നെറേറ്റീവ്. സുഹൃത്തുക്കളെ, ഈ നെറേറ്റീവിന് ഒരു സാധുത കൊടുക്കുന്ന ഒരു കാര്യം, അതിനൊരു ന്യായീകരണം എന്ന് പറയുന്നത് 2021 നടന്ന സംഭവവികാസമാണ്. 2021 പിണറായി വിജയൻ്റെ 2ാം ഭരണം കിട്ടാൻ ഇടയാക്കിയിട്ടുള്ള സാഹചര്യം. ആ സാഹചര്യം എന്തായിരുന്നു? 3 സാഹചര്യം നമുക്കറിയാം. ആ സാഹചര്യം എന്ന് പറയുന്നത് കോവിഡിൻ്റെ സാഹചര്യം. കോവിഡിനെ അതിശക്തമായി പിണറായി വിജയൻ പ്രതിരോധിച്ചു എന്ന് പറയുന്ന ഒരു സാഹചര്യം. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കിറ്റും ജനങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പെൻഷനും. അപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് 2021 പിണറായി വിജയൻ സർക്കാർ 2ാമത് അധികാരത്തിൽ വന്നത്. അവിടെ മുതലാണ് ഈ ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് നൽകിയാൽ
ബാക്കിയുള്ളതെല്ലാം മറന്ന് ഭരിക്കുന്ന പാർട്ടിക്കൊപ്പം ജനങ്ങൾ നിൽക്കും എന്നൊരു നെറേറ്റീവ് ഉത്ഭവിച്ചത്, അതിൻ്റെ ജെനിസിസ് 2021 കാരണം കിറ്റും പെൻഷൻ കൊടുത്തു, ജനങ്ങളെല്ലാം മറന്നു. സുഹൃത്തുക്കളെ, ആ ഒരു നെറേറ്റീവിനോട് ഞാൻ വിയോജിക്കുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. 2021 ജനങ്ങൾ ആ ഒരു ചതിക്കുഴിയിൽ വീണു എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ കിറ്റും പെൻഷനും കൊടുത്തപ്പോൾ അതിൽ ജനങ്ങൾ വീണതിൻ്റെ ഒരു പശ്ചാത്തലം എന്തായിരുന്നു നമ്മൾ പരിശോധിക്കണം. ആ പശ്ചാത്തലം എന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായി വലിയ ഒരു അതിഭീകരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലൂടെ ജനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു 2-3 വർഷം മുമ്പ് മുതൽ കോവിഡ് എന്ന് പറയുന്ന ആ മഹാമാരി ഉണ്ടാക്കിയ ഒരു സാഹചര്യം. കാരണം ഞങ്ങൾ ജീവിച്ചിരിക്കുമോ എന്നുള്ള സംശയം, 10,000-കണക്കിന് ആളുകൾ മരിച്ചുപോയ ഒരു സാഹചര്യം. അപ്പോൾ അത്തരത്തിൽ കോവിഡിൻ്റെ ഒരു അത്യസാധാരണമായിട്ടുള്ള ഒരു സവിശേഷ സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അന്ന് അധികാരത്തിൽ ഇരുന്ന പിണറായി സർക്കാർ ജനങ്ങൾക്ക് കൊടുത്ത കിറ്റിനെയും പെൻഷനെയും നമ്മൾ കാണേണ്ടത്. അങ്ങനെ കാണുമ്പോൾ ആ പ്രതിസന്ധി സമയത്ത് അന്നത്തെ ഭരണാധികാരികൾ നൽകിയ സഹായത്തിനോട് അനുകൂലമായി ജനങ്ങൾ പ്രതികരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് 2021 പിണറായി വിജയൻ ഒന്നുകൂടി അധികാരത്തിൽ വന്നത്. അല്ലാതെ ഇന്നിപ്പം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പോലെ ജനങ്ങൾക്ക് കിറ്റും പെൻഷനും കൊടുത്തപ്പോൾ അതിനു മുമ്പ് നടത്തിയ പിണറായി വിജയൻ സർക്കാർ, ഒന്നാം പിണറായി വിജയൻ സർക്കാർ നടത്തിയ വൃത്തികേടുകളും അഴിമതികളും മുഴുവൻ ജനങ്ങൾ മറന്നു. ആ മറന്ന ജനങ്ങൾ കിറ്റും പെൻഷനും വാങ്ങിക്കൊണ്ട് അവർ വീണ്ടും പിണറായി ജയിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ മൊത്തത്തിൽ അധിക്ഷേപിക്കുന്ന, കിറ്റും പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഏത് വൃത്തികെട്ടവനെ അധികാരത്തിൽ കയറ്റുന്ന അവരാണ് ജനങ്ങൾ എന്നുള്ള ഒരു നെറേറ്റീവ് തെറ്റാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സുഹൃത്തുക്കളെ, അതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്താ? നമ്മളിപ്പോൾ പിണറായി വിജയനെ 2021 കൊണ്ടുവന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ. നമ്മൾ 2016 ഒന്ന് നോക്കിയേ. 2016 ഉമ്മൻചാണ്ടി സർക്കാർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടുതൽ ആനുകൂല്യങ്ങൾ അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ എല്ലാ ജനവിഭാഗങ്ങൾക്കും വാരിക്കോരി കൊടുത്തിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട എന്തായിരുന്നു? 1 രൂപയ്ക്ക് അരി കൊടുത്തു. ജനങ്ങൾക്ക് 1 രൂപയ്ക്ക് അരി കൊടുത്തു ഉമ്മൻചാണ്ടി സർക്കാർ. അങ്ങനെ കൊടുത്തു. അതുവരെ കൊടുക്കാതിരുന്ന നിലയിലുള്ള വലിയ തോതിലുള്ള ആനുകൂല്യങ്ങൾ വാരിക്കോരി കൊടുത്തിട്ടാണ് 2016 ഉമ്മൻചാണ്ടി സർക്കാർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അന്ന് 40 സീറ്റിലേക്ക് ചുരുങ്ങിപ്പോയപ്പോൾ സാക്ഷാൽ ഉമ്മൻചാണ്ടി എന്നോട് തന്നെ ചോദിച്ചു, എൻ്റെ ഷാജാൻ, ഇത്രയും ആനുകൂല്യങ്ങൾ നമ്മൾ കൊടുത്തിട്ട് 1 രൂപയ്ക്ക് 1 കിലോ അരി കൊടുത്തിട്ടും നമ്മൾ ഇതുപോലെ തോറ്റമ്പിപ്പോയല്ലോ എന്ന് ഉമ്മൻചാണ്ടി എന്നോട് പറഞ്ഞ് ഞാനിന്ന് ഓർക്കുകയാണ്. യഥാർത്ഥത്തിൽ അന്ന് എന്താ സംഭവിച്ചത്? അന്ന് എല്ലാ ജനവിഭാഗങ്ങൾക്കും ആയിരക്കണക്കിന് കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ വാരി വിതറിയിട്ടും അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ തോറ്റത് എങ്ങനെയാണ്? ഒരു സോളാർ പരാതിക്കാരിയായിട്ടുള്ള ഒരു വിലകെട്ട ഒരു സ്ത്രീ വന്ന് അവർ ഉന്നയിച്ചിട്ടുള്ള കപട രാഷ്ട്രീയ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അന്ന് ഉമ്മൻചാണ്ടി 40 സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയത്. ആനുകൂല്യങ്ങൾ കൊടുക്കാതിരുന്നിട്ടല്ല. അതുകൊണ്ട് അത് നമ്മൾ മറക്കാൻ പാടില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കഴിഞ്ഞ 10 വർഷക്കാലം ജനങ്ങളെ ഇട്ട് നശിപ്പിച്ച് ജനവിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കി, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കി, അഴിമതി ആദ്യാവസാനം നടത്തി, BJPയുമായി ഒത്താശ ചെയ്ത് വർഗീയവൽക്കരണ നയങ്ങളെല്ലാം നടപ്പിലാക്കിയതിന് ശേഷം തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കൊടുക്കുന്ന ഈ സാമ്പത്തിക ആനുകൂല്യങ്ങൾ കണ്ണു മഞ്ഞളിച്ച് വീഴുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ എന്ന് വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല സുഹൃത്തുക്കളെ. അതിനാണ് ഞാൻ 2016 അനുഭവം പറഞ്ഞത്. അതുകൊണ്ട് എത്ര കോടി രൂപയുടെ വാരിക്കോരി കൊടുത്താൽ അത് കൊടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള വിഷയം കൂടെ കിടപ്പുണ്ട്. ഞാൻ സമയപരിമിതി കൊണ്ട് ഞാനത് ചുരുക്കി പറയാം. കൊടുത്താലും രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ജനങ്ങൾ പിണറായി സർക്കാരിനെ വിലയിരുത്തൂ എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. ആ രാഷ്ട്രീയം വിലയിരുത്തുമ്പോൾ എത്ര ആനുകൂല്യങ്ങൾ കൊടുത്താലും 2016 ഉമ്മൻചാണ്ടിക്കുണ്ടായ അനുഭവമാണ് അതിനേക്കാൾ മോശമായി പിണറായി വിജയനെ കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ ആനുകൂല്യങ്ങൾ പിണറായിയെ 3.0 ആക്കി മാറ്റും എന്നൊന്നും വിശ്വസിക്കാനുള്ള അത്ര മണ്ടനും മരപ്പൊട്ടനുമല്ല ഞാൻ എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാം. ഈ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ നടപ്പാക്കാനുള്ള പണം ഇടുന്ന 10,000 കോടി രൂപ വേണം ഇത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. കടമെടുക്കാനുള്ള പണത്തിൻ്റെ ഏതാണ്ട് 1000 കോടികൾ മാത്രമേ ബാക്കിയുള്ളൂ. അതെല്ലാം എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇത് നടത്താൻ വേണ്ടിയിട്ട് പണം എവിടെയാ? പണം ഇല്ല.
4 ലക്ഷത്തിലധികം കോടി രൂപയാണ് പിന്നെ കടം. ഒരാളുടെ തലയിൽ പ്രതീക്ഷിച്ച കടം ഏതാണ്ട് ഒരു 1-2 ലക്ഷം രൂപ വരും. അപ്പോൾ ഇതൊന്നും നടപ്പാക്കാനുള്ള പൈസയൊന്നും കയ്യിലില്ല. ഇതൊക്കെ നടപ്പിലാക്കുമെന്നുള്ള പൊട്ടത്തരം കള്ളത്തരം വിളിച്ചു പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ അവസാനമായി ഒരു കണക്കും കൂടി എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കാം. എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, പദ്ധതി അടങ്കൽ ക്രൂരമായി വെട്ടിക്കുറയ്ക്കും. പദ്ധതി അടങ്കൽ വെട്ടിക്കുറയ്ക്കും എന്ത് സംഭവിക്കും? പദ്ധതി തീരുമാനിച്ച പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം സ്തംഭിക്കും. എന്നിട്ട് ആ പദ്ധതി അടങ്കൽ വെട്ടിക്കുറച്ച പൈസയിൽ നിന്ന് കുറേ പൈസ എടുത്ത് കുറച്ച് ആനുകൂല്യങ്ങൾ കൊടുത്തു എന്നുള്ള കള്ളത്തരം കാണിക്കും. ഇതാ കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ കണക്ക് ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കാം. 2025-2026 സാമ്പത്തിക വർഷത്തിൽ മൊത്തം പദ്ധതി അടങ്കൽ എന്ന് പറയുന്നത് 42,653.7 കോടി രൂപയാണ്. അതിൽ ഇതുവരെ പദ്ധതി പൂർത്തിയാക്കിയത് 24% മാത്രമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുത്തതിന് പുറമെയുള്ള സംസ്ഥാന പദ്ധതി അടങ്കൽ എന്ന് പറയുന്നത് 23,285 കോടി രൂപയാണ്. അതിൽ 27% മാത്രമാണ് നടപ്പിലാക്കിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വകയിരുത്തിയത് 9,215 കോടി രൂപയാണ്. അതിൽ 20% മാത്രമാണ് നടപ്പിലാക്കിയത്. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കായി മാറ്റിവെച്ചിട്ടുള്ളത് 9,153 കോടി രൂപയാണ്. അതിൽ 25.8% മാത്രമാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പം 4/1 മാത്രമേ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളൂ. അപ്പം അതിൽ ബാക്കി 75% പൈസ ബാക്കി കിടക്കുകയാണ്. അതിൽ നിന്ന് ഒരു തുക എടുത്ത് ഈ ആനുകൂല്യങ്ങൾ കൊടുക്കും. ആനുകൂല്യങ്ങൾ കൊടുത്തു എന്ന് വരും. പക്ഷേ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള 10,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാകാതെ പോകും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വിഭാവനം ചെയ്ത പരിപാടികൾ നടപ്പിലാകാതെ പോകും. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഭാഗമായി നടപ്പിലാക്കണമെന്ന് വിചാരിച്ച വികസന പദ്ധതികൾ നടപ്പിലാകാതെ പോകും. സംസ്ഥാന പദ്ധതി അടങ്കലിന്റെ ഭാഗമായി വിഭാവനം ചെയ്ത വികസന പദ്ധതികൾ നടപ്പിലാകാതെ പോകും. അപ്പം ഈ ആനുകൂല്യം കൊടുത്തു എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് വികസന പ്രവർത്തനങ്ങൾ പരിപൂർണമായി സ്തംഭിക്കും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടത്തിയിരിക്കുന്ന ഒരു ഗിമ്മിക്ക്, ഒരു തട്ടിപ്പ് ആണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇതിൽ ജനങ്ങൾ വീഴില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. ഇത് ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. ജനങ്ങൾ രാഷ്ട്രീയം നോക്കി, കഴിഞ്ഞ 10 വർഷം നടമാടിയ അഴിമതി നോക്കി, കഴിഞ്ഞ 10 വർഷക്കാലമായി BJP-യുമായിട്ടുണ്ടാക്കിയിട്ടുള്ള ധാരണ നോക്കി, BJP-യുടെ വർഗീയവൽക്കരണ നയങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ നടത്തിയുള്ള ശ്രമങ്ങൾ നോക്കി, ഇവിടുത്തെ മനുഷ്യാവകാശ ലംഘനങ്ങൾ നോക്കി, ഇവിടുത്തെ സ്ത്രീ പീഡനങ്ങൾ നോക്കി, ഇവിടുത്തെ ഭൂമി കൈയേറ്റം നോക്കി മാത്രമേ ജനങ്ങൾ വോട്ട് ചെയ്യുകയുള്ളൂ. അത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പിണറായി വിജയൻ അത് മനസ്സിലാക്കും എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ.